പിന്നീട് ഫ്രണ്ട്ഷിപ്പ് ഇടോ ഇവിടെ നോക്കിയാലും ഫ്രണ്ട്ഷിപ്പ് സംഭവം സെറ്റാണ്. ഓക്കെ, ഫ്രണ്ട്ഷിപ്പിനെക്കാട്ടി മനോഹരമായിട്ട് വേൾഡിലൊന്നുമില്ല എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ ഇടയിലാണ്, അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാരിൽ പെട്ടവരാണ് നമ്മൾ. പക്ഷേ ഒരു കോട്ട് പറയാം, വെൻ ആദം വാസ് ലോൺലി അള്ളാഹ് ക്രിയേറ്റഡ് വൺ വുമൻ, നോട്ട് എ ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ്. എന്നുവെച്ചാൽ ആദം നബി ഒറ്റക്കായപ്പോൾ പടച്ചോൻ അയച്ചു കൊടുത്തത് ഒരൊറ്റ സ്ത്രീയാണ്, അല്ലാതെ ഒരു 4 സ്ത്രീകളെയോ അല്ലെങ്കിൽ ഒരു കൂട്ടം ഫ്രണ്ട്സിനെയോ അല്ല അയച്ചത്. അതിൽ നിന്ന് നമുക്ക് പറഞ്ഞു തരുന്ന പഠിപ്പിച്ചു തരുന്ന ഒരു പാടുണ്ട്. എന്നുവെച്ചാൽ അവനക്ക് എന്നെന്നും നിലനിൽക്കുന്ന ഒരൊറ്റ താങ്ങും തണലായി ലൈഫ് ലോങ് കൂടെ ഉണ്ടാകുന്ന ഒരൊറ്റ സ്ത്രീയാണ് പടച്ചോൻ അയച്ചു കൊടുത്തത്. ഒന്ന് ആലോചിച്ച് നോക്ക്, ഇന്നത്തെ കാലത്ത് ഒരുപാട് ആൾക്കാർ ഫ്രണ്ട്ഷിപ്പ് ചങ്കിലെ ചോര കൊണ്ട് എഴുതിയ വികാരമാണ് ഫ്രണ്ട്ഷിപ്പ്. സെറ്റാണ്, ഓക്കെ, ഫ്രണ്ട്സിനായിട്ട് വാല്യൂ കൊടുക്കുക, പ്രിയോറിറ്റി കൊടുക്കുക, എല്ലാം കൊടുക്കണം. ഫ്രണ്ട്സ് ഇല്ലാണ്ട് നമുക്കൊന്നും നടക്കൂല. സെറ്റ്, ഓക്കെ. എടാ, എന്നെന്നും നിലനിൽക്കുന്ന ലൈഫ് പാർട്ട്ണറിനെ അവോയ്ഡ് ചെയ്തിട്ടല്ല ഫ്രണ്ട്സിനെ നമ്മൾ പോക്കേണ്ടത്. ഫ്രണ്ട്സ് നമ്മുടെ കൂടെ വേണം, എല്ലാത്തിനും നമ്മുടെ കൂടെ വേണം. പക്ഷേ ലൈഫ് പാർട്ട്ണറിന് പ്രിയോറിറ്റി കൊടുത്തിട്ട് മതി ഫ്രണ്ട്ഷിപ്പ്. കാരണം എന്ന് വെച്ചാൽ പടച്ചോന് ആദം നബിക്ക് കൂട്ടായി അയച്ചത് ഹവ്വാ ബീവിനെയാണ്. അതേപോലെ നമ്മുടെ ലൈഫ് പാർട്ട്ണറിന് നമ്മൾ നല്ലപോലെ പ്രിയോറിറ്റി കൊടുത്തതിന് ശേഷം ഫ്രണ്ട്ഷിപ്പിന് പ്രിയോറിറ്റി കൊടുക്കുക. എന്നൊന്നും കൂടെ ഉണ്ടാവുന്ന അവരേക്കും ഫ്രണ്ട്സ് കൂടെ ഉണ്ടാവില്ല എന്നല്ല പറയുന്നത്, പക്ഷേ എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ടാവും. ആൻഡ് പ്രിയോറിറ്റി കൊടുക്കേണ്ടവർക്ക് കൊടുക്കുക, കൊടുക്കേണ്ട സമയത്ത് കൊടുക്കുക. കാരണം കുറച്ച് കഴിഞ്ഞാൽ